Hello friends, welcome to the channel. 𝙑𝙞𝙙𝙚𝙬 സ്വാഗതം. എൻ്റെ പേര് അജയ്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു വൈഫൈ സെക്യൂരിറ്റി ക്യാമറ ആണ്, ഒരു CCTV ക്യാമറ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. സ്മാർട്ടിന്റെ CCTV ക്യാമറ. നമ്മൾ ഇതിനു മുമ്പ് കുറേ ടൈപ്പ് ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ റിയൽമിയുടെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ മീൻ്റെ പുതിയതിറങ്ങിയ 2K Pro പരിചയപ്പെട്ടു. അപ്പോൾ ആക്ച്വലി ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, റെഗുലറായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ യൂസ് ആയിട്ട്. റിയൽമിയിൽ നോക്കിയിട്ടുണ്ടോ, മീനിന്റെ പഴയ ടൈപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, TP-Linkന്റെ C200 ഒരു മോഡൽ നോക്കിയിട്ടുണ്ടായിരുന്നു, 𝙑𝙤𝙬𝙬 നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഞാൻ മുകളിലോ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി നോക്കാം ഈസി ആയിട്ട്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് TP-Linkന്റെ ഒരു ടിൽറ്റ് ആൻഡ് പാൻ മോഡൽ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ക്യാമറ ആണ്. ഇത് C200 ആണ്. നമ്മൾ ഇതിന് മുമ്പ് പരിചയപ്പെട്ടത് C100 ആണ്. അതൊരു 1500-1800 റേറ്റിൽ വരുന്നൊരു മോഡലായിരുന്നു. നമുക്ക് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് നമുക്ക് 360 റൊട്ടേഷൻ വരുന്നൊരു മോഡലാണ്. TP-Linkന്റെ Tapo ഒരു ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു ആപ്പാണ് ഉണ്ടാക്കി യൂസിങ്, അതുപോലെ ക്ലാരിറ്റി വൈസും യൂസർ വൈസും ഒക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നൊരു ആപ്പാണ്. ഞാൻ മറ്റേ C100 എന്നൊരു മോഡൽ യൂസ് ചെയ്തപ്പോൾ. അപ്പോൾ ഇതിൽ നമുക്ക് പ്രൈസ് വരുന്നത് 2200 രൂപയാണ്. ആമസോൺ നമ്മൾ വാങ്ങിയതാണ്, ആക്ച്വലി ഫ്രണ്ടിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഒരു ഹെൽപ്പ് എടുത്തിട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ എടുത്താണ്. അപ്പോൾ നമ്മളിത് അൺബോക്സിങ് ചെയ്യാൻ പോകുന്ന പുതിയ പാക്കേജാണ്. 1 year വാറന്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് 1080p റെസൊല്യൂഷനാണ് വരുന്നത്. അതുപോലെ നൈറ്റ് വിഷൻ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്, 2way ഓഡിയോ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. 128 GB വരെ നമുക്ക് മെമ്മറി കാർഡ് സപ്പോർട്ട് ആവും. അതുപോലെ ലൈവ് വ്യൂ വരുന്നുണ്ട്. ഈ സെറ്റപ്പ് ഭയങ്കര TP-Link Tapo ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ, ഈസി സെറ്റപ്പാണ്. പിന്നെ പ്രൈവസി മോഡും കാര്യങ്ങളൊക്കെ എല്ലാത്തിലുള്ള പോലെ തന്നെ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്താ പറയുക, SD കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് ഇൻവേർട്ടായിട്ടൊക്കെ വെക്കാം. നമുക്കിതിൽ സെറ്റപ്പ് നമ്മുടെ മൗണ്ട് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ബോക്സ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതാണ് അൺബോക്സ് ചെയ്യണം, അതേപോലെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്, അതേപോലെ ക്വാളിറ്റി വൈസും സംഭവങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇതിലൂടെ നമുക്ക് മെമ്മറി കാർഡ് കാര്യങ്ങളൊന്നും കിട്ടില്ല, എല്ലാ ഒറ്റ ക്യാമറയുടെ കൂടെയും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു സാംസങ്ങിൻ്റെ 64 GB എന്താ പറയുക ടൈപ്പ് 10 മോഡലോ ക്ലാസ് 10 മോഡൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് ക്ലാസ് 10 മോഡൽ അല്ലെങ്കിൽ എബോവ് ആണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ താഴത്തെ മോഡൽ വാങ്ങിക്കാണ്ടിരിക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലായിരിക്കും. നമ്മുടെ ക്യാമറേൻ്റെയും നമ്മുടെ ഈ വാങ്ങിച്ച സാംസങ്ങിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലായിരിക്കും. ബെസ്റ്റ് ബൈ ലിങ്കാണ്. താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാട്ടെ. അപ്പോൾ പ്രൈസ് കുറച്ച് വേരിയബിൾ ആയിരിക്കും. ഒരു 650 റേഞ്ചിലാണ് ഇത് വരുന്നത്. ഇതിന് 2200 റേഞ്ചാണ് വരുന്നത്. അപ്പോൾ പ്രൈസ് കറക്റ്റ് പ്രൈസ് ഇറങ്ങിയാൽ നമ്മുടെ ലിങ്ക് നോക്കിയാൽ മതിട്ടാ. അപ്പോൾ നമ്മൾ ഇതാണ് അൺബോക്സിങ്ങും സെറ്റപ്പും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ വേണ്ട. അതുപോലെ നമ്മുടെ ഗിയോഡി കാണാത്തൊരു പോയി കാണാം. 4 വീഡിയോസ് ഉണ്ട്, 4 യൂസ്ഫുൾ പ്രോഡക്ട്സ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സിമ്പിൾ സ്റ്റെപ്സ് ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ലൊരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യട്ടെ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അല്ല ഫേസ്ബുക്കിൽ ഒരു പുതിയ പേജ് തുടങ്ങിയിട്ടുണ്ട്, വീഡിയോസ് അപ്ലോഡ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ആട്ടിൻ്റെ വീഡിയോയിലേക്ക് വല്ലോ. അപ്പോൾ നമ്മുടെ TP-Linkന്റെ ടാപ്പോൻ്റെ എന്താ പറയുക C200 എന്ന് പറഞ്ഞ മോഡലിൻ്റെ ബോക്സ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല, പുതിയ ബോക്സാണ്, നേരത്തെ കാണിച്ച ബോക്സ് തന്നെയാണ്. നമുക്കിപ്പോൾ നിങ്ങൾക്കിവിടെ സീൽഡ് ആയിട്ട് ഫുൾ ഒരു പാക്കേജ് കാണാം. നമ്മളെന്തായാലും അൺബോക്സ് ചെയ്യണം. ഞാൻ നൈഫ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എൻ്റെ ഇവിടെ എക്സ്ട്രാ നമ്മുടെ ഒരു സാംസങ്ങിൻ്റെ 64 GB ഒരു കാർഡും വാങ്ങിയിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ഇതിനൊരു 650 രൂപ വരുന്നത്. ഇതിന് നമുക്കിപ്പോൾ പ്രൈസ് ഡിഫറൻസ് ആയിട്ട് 2200 റേഞ്ചാണ് വരുന്നത്. അപ്പോൾ ഈ ഓഫറൊക്കെ ആയിട്ട് വരുന്നത് പ്രൈസാണ്, ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി പ്രൈസ് നോക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ബെസ്റ്റ് ബൈ ലിങ്ക് താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് ആദ്യം പരിചയപ്പെടാം. അപ്പോൾ ടാപ്പോ എന്ന് വെച്ചിട്ടുണ്ട് സ്മാർട്ട് സെക്യൂർ ഈസി. നമ്മൾ ഈ ടാപ്പോൻ്റെ ഒരു ബേസിക് സീരീസിന് മുമ്പ് ഒരു CCTV നമുക്കിപ്പോൾ റൊട്ടേറ്റബിൾ അല്ലാത്ത മോഡൽ നമ്മൾ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. ഇത് നമുക്ക് പാൻ ആൻഡ് ടിൽറ്റ് ഹോം സെക്യൂരിറ്റി വൈഫൈ ക്യാമറ ആണ് വരുന്നത്. വേൾഡ് നമ്പർ 1 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മോഷൻ ഡിറ്റക്ഷൻ ആൻഡ് നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ഉണ്ട്. നൈറ്റ് വിഷൻ ഉണ്ട് 30 feet വരെ. അതുപോലെ 1080p ആണ് റെസൊല്യൂഷൻ വരുന്നത്. മൈക്രോ SD കാർഡ് സപ്പോർട്ട് അപ് ടു 128 GB ആണ് വരുന്നത്. നമുക്ക് മീനിലൊന്നും ഇത്ര സപ്പോർട്ട് വരുന്നില്ല മൈക്രോ SD കാർഡ്. അത് ലൂപ്പ് റെക്കോർഡിംഗ് ആണ്, എല്ലാം ലൂപ്പ് റെക്കോർഡിംഗ് തന്നെയാണ്, അങ്ങനത്തെ ഒരു മാത്രമേ ഉള്ളൂ. പിന്നെ വർക്ക്സ് വിത്ത് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്, അലക്സ ഉണ്ട് കേട്ടോ. Tapo C200 എന്നൊരു മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട്. മോഡലായിട്ട് വാട്ട് മാറ്റേഴ്സ് മോസ് ഉണ്ട്. പാൻ ആൻഡ് ടിൽറ്റ് ഹോം സെക്യൂരിറ്റി വൈഫൈ ക്യാമറ എഴുതിയിട്ടുണ്ട്. TP-Link Tapo എഴുതിയിട്ടുണ്ട്. 1 year വാറന്റി എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് അവരുടെ കുറച്ച് സ്പെക്സ് എഴുതിയിട്ടുണ്ട്. മോഡൽ നെയിം എഴുതിയിട്ടുണ്ട്. ഫീൽഡ് ഓഫ് വ്യൂ 360 degree ആണ്, ഹൊറിസോണ്ടലാണ്. വീഡിയോ ഡെഫിനേഷൻ 1080p ആണ്. ഓഡിയോ 2way ഉണ്ട്, ബിൽഡ് ഇൻ മൈക്രോഫോൺ. നൈറ്റ് വിഷൻ ഉണ്ട്, വയർലെസ് പ്രോട്ടോകോൾ ഉണ്ട്, അഡാപ്റ്റർ ഇൻപുട്ട് ഉണ്ട്, അഡാപ്റ്റർ ഔട്ട്പുട്ട് ഉണ്ട്, 9 watt 0.6 ampere ആണ് കേട്ടോ. പാക്കേജ് കണ്ടൻ്റായിട്ട് നമുക്ക് ക്യാമറ വരുന്നുണ്ട്, മൗണ്ടിങ് സ്ക്രൂ വരുന്നുണ്ട്, DC പവർ അഡാപ്റ്റർ വരുന്നുണ്ട്, മൗണ്ടിങ് ടെംപ്ലേറ്റ്സ് വരുന്നുണ്ട്, ക്യാമറ ബേസ് വരുന്നുണ്ട്, അതുപോലെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും വരുന്നുണ്ട് കേട്ടോ.
അതുപോലെ മൈക്രോ SD കാർഡ് നീഡ് ടു ബി പർച്ചേസ് സെപ്പറേറ്റ്ലി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ QR കോഡ് ടാപ്പോ ആപ്പ് വെച്ചാണ് നമുക്കിത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആപ്പ് നമ്മുടെ എന്താ പറയുക പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അതിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യണം. ഞാൻ ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഡൗൺലോഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഡൗൺലോഡിങ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബാക്ക് സൈഡിൽ നമുക്ക് മോഷൻ ഡിറ്റക്ഷൻ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് 1080p ഹൈ ഡെഫിനിഷൻ, ഫീൽഡ് ഓഫ് വ്യൂ, പ്രൈവസി മോഡ് ഉണ്ട്, ഷെയറിംഗ് മോഡ് ഉണ്ട്, 2-way ഓഡിയോ ഉണ്ട്, നൈറ്റ് വിഷൻ ഉണ്ട്, ലോക്കൽ സ്റ്റോറേജ് 128 GB ഉണ്ട്, ലൈവ് വ്യൂ ഉണ്ട്, ഈസി സ്റ്റെപ്പാന്ന് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിലായിട്ട് നമുക്ക് ലോക്കൽ സ്റ്റോറേജ് വിത്ത് മൈക്രോ SD കാർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പൊസിഷൻ എനിവെയർ യു നീഡ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മൂവിങ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. MRP ഡീറ്റെയിൽസ് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാനറിയില്ല. MRP 3299 കൊടുത്തേക്കുന്നത്. പക്ഷെ നമുക്ക് ആമസോണിൽ ബൈയിങ് പ്രൈസ് ഒക്കെ വരുന്നത് 2299 പ്രൈസ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, ബെസ്റ്റ് ബൈ ലിങ്ക് ഇടുക. അപ്പോൾ നമുക്കിത് നമ്മുടെ പാക്കേജ് കട്ട് ചെയ്താലും നമുക്ക് നൈഫ് എടുക്കാം. ഞാൻ ഓൾറെഡി നൈഫ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒരു എന്താ പറയുക ഫുള്ളി ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനത്തെ കോട്ടിങ് എനിക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമുക്കിത് സുഖമായിട്ട് സാനിറ്റൈസ് ഒക്കെ ചെയ്യാം. നമ്മുടെ അതിൻ്റെ കളറൊന്നും എഫക്റ്റ് ചെയ്യില്ല. ബോക്സിന് നല്ലതാണ്. ഇപ്പോൾ ഞാനത് എന്തായാലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലാസ്റ്റിക് കോട്ടിങ് ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഈ സൈഡിലായിട്ടാണ് ഓപ്പണിങ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവരുടെ ഈ നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും ഡീപ്പിൽ ഇങ്ങനെ ഫുൾ ഇങ്ങനത്തെ ബോക്സിന് ഉള്ളിലുണ്ടാവുക, കാർഡ്ബോർഡ് ബോക്സ് പോലെ. അപ്പം നമുക്കിതിൻ്റെ ഉള്ളിൽ ഒരു 2-3 ബുക്ക്ലെറ്റ്സ് എന്തൊക്കെയോ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. നമുക്ക് എന്തായാലും ബോക്സ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്. പിന്നെ നമുക്ക് സ്ക്രൂ ചെയ്യാനുള്ള അതിൻ്റെ അലൈൻമെൻറ്റ് നോക്കി വെക്കാനുള്ള ഒരു പേപ്പറും ഉണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് നമുക്ക് വരുന്നത് ഇത് നമുക്ക് മൈക്രോ USB കാര്യങ്ങളൊന്നല്ല വരുന്നത്. ഇത് നമുക്ക് പ്രൊപ്പറേറ്ററി ചാർജറാണ് വരുന്നത്. അപ്പോൾ ചാർജർ കളയാണ്ട് നോക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ചാർജർ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് മൗണ്ട് ചെയ്യാനുള്ള അതിൻ്റെ ഡക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇതിൽ തന്നെ വയ്ക്കാം. ഈ സൈഡിലായിട്ട് നമ്മുടെ ക്യാമറ, മെയിൻ ക്യാമറ. അപ്പോൾ നമ്മുടെ ക്യാമറയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ബിൽഡ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. നല്ല അത്യാവശ്യം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയില്ല, അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കിവിടെ ഇൻഫ്രാറെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് താഴേക്കാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ SD കാർഡ് സ്ലോട്ടും അതുപോലെ റീസെറ്റ് ബട്ടണൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ സ്പീക്കർ ഔട്ട്പുട്ട് ഉണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് പവർ ഇൻപുട്ട് കുത്താനുള്ളതുണ്ട്. താഴെ അതിൻ്റെ കുറച്ച് എന്താ പറയുക സർട്ടിഫിക്കേഷനും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലോക്ക് ചെയ്യാനുള്ള മൗണ്ട് ചെയ്യാനുള്ള സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമുക്ക് സ്പീക്കറിൻ്റെ കാര്യം പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 വാട്ടിൻ്റെ ആണ് വരുന്നത്. അത്യാവശ്യം ഒരു 2 മീറ്റർ എൻ്റെ മുകളിൽ വരുന്നുണ്ട് ലെങ്ത്ത്. പിന്നെ നമുക്ക് നമ്മുടെ ഈ കാർഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ കാർഡ് അതിലിടണം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാർഡ് കട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ SD കാർഡ് ഇതൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. പാക്കേജിൽ നിന്ന് നമ്മൾ എന്നുവെച്ചാൽ നീറ്റായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഈ അലമ്പാക്കിയിട്ട് ഇങ്ങനെ ഭയങ്കര ബോറാക്കിയിട്ട് പൊട്ടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ SD കാർഡ് നമ്മുടെ പാക്കേജ് ഒന്നും പൊട്ടാണ്ട് തന്നെ എടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഈ SD കാർഡ് നമുക്ക് ഇടാം. ജസ്റ്റ് നമ്മുടെ നോർമൽ പോലെ പ്ലഗ് ആൻഡ് പ്ലേ പോലത്തെ ടൈപ്പ് തന്നെയാണ്. തലതിരിഞ്ഞു അങ്ങനെ തന്നെയാണല്ലോ. ഓക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്കാക്കാം. ഇനി നമുക്ക് നമ്മുടെ അത് ഞാൻ പ്ലഗിലേക്ക് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഇതിലേക്ക് കണക്ട് ചെയ്യണം കേട്ടോ, പവറിലേക്ക്. അപ്പോൾ ഞാൻ പവർ കണക്ട് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ ഒരു റെഡ് ലൈറ്റ് പോലെ ഈ IR LED കത്തണത് കാണാം. മുകളിൽ അതിൻ്റെ പവർ ബട്ടണും കത്തുന്നുണ്ട്, റെഡ് ലൈറ്റ് ആയിട്ട് കത്തുന്നുണ്ട്. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് അതിന് മുമ്പ് നമ്മുടെ മൊബൈലിലേക്ക് പോകാം. ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ടാപ്പോൻ്റെ C100 എന്ന് പറഞ്ഞൊരു മോഡൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ടാപ്പോ എന്ന ആപ്പ് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിതിൽ ആഡ് ഡിവൈസ് ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അതിൽ ബ്ലിങ്കിങ് എന്തോ കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെയാണ് മോസ്റ്റ്ലി എല്ലാ മോഡലും അങ്ങനെ തന്നെയാണ്. പവർ ഓൺ ആയിട്ട് കുറച്ച് ബ്ലിങ്കിങ് ചെയ്യണം. ബ്ലിങ്ക് പെയറിംഗ് മോഡിലേക്ക് വരണം, എന്നിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ബ്ലിങ്കിങ് മോഡായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടാപ്പ് ഓൺ ഡിവൈസ് ചെയ്യാം. ഇതിൽ നമുക്ക് കുറേ ഡിവൈസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മോഡലിൻ്റെ പേര് അത് റൊട്ടേഷൻ ചെയ്ത് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കാണാം. നല്ല സ്മൂത്തായിട്ട് തന്നെ റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ റിയൽമി പോലെ തന്നെ. ടാപ്പോ C200 എന്ന അതിൻ്റെ മോഡലിൻ്റെ പേര് നിങ്ങൾക്ക് മോഡൽ നെയിം അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി കാർഡിൻ്റെ ബോക്സിൻ്റെ. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അവർ എന്താ പറയുക പ്ലഗ് ഇൻ യുവർ ടാപ്പോ ഡിവൈസ് ആൻഡ് വെയിറ്റ് അബൌട്ട് 30 seconds until the LED blinks. റെഡ് ആൻഡ് ഗ്രീനിലേക്ക് ബ്ലിങ്ക് ആവണം കേട്ടോ. അപ്പോൾ നമുക്ക് പെയറിംഗ് മോഡിലേക്ക് വരുള്ളൂ. ഇപ്പോൾ ബ്ലിങ്ക് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ ടേൺ ഓൺ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൊക്കേഷൻ കൊടുക്കുകയാണ്.
ഓപ്പൺ സെറ്റിങ്സിലേക്ക് കയറിയിട്ട് നമുക്ക് ലൊക്കേഷൻ ഓൺ ആക്കുകയാണ്. ഓക്കെ കൊടുത്തു. അപ്പോൾ ഒന്നുകൂടി നെക്സ്റ്റിലേക്ക് പോവാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ കണക്ട് ടു യുവർ ടാപ്പോ ഡിവൈസ് ആയിട്ട് ഗോ ടു യുവർ ഫോൺസ് ടാബ്ലറ്റ്സ് വൈഫൈ സെറ്റിംഗ്സ് ആൻഡ് ജോയിൻ യുവർ ടാപ്പോ ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വൈഫൈ സെറ്റിങ്സിലേക്ക് പോകാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ BSNLന്റെ ഫൈബറിലേക്ക് കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ടാപ്പോ വന്നു. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ കണക്റ്റഡ് ആയിട്ടാണ്. ഇനി നമുക്ക് ഇത് ഡിക്ലൈൻ കൊടുക്കാം. ഇപ്പോൾ നേരെ ഇപ്പോൾ നമുക്ക് ഈ ആപ്പിൽ കയറി കഴിയുമ്പോൾ ടാപ്പോ ഈസ് ലുക്കിംഗ് ഫോർ യുവർ ടാപ്പോ ഡിവൈസിന് കാണിക്കുന്നുണ്ട്. ഇനി അത് പെയർ ആവണം, സിങ്ക്രണൈസ് ആവണം. അപ്പോൾ ഇതിൽ കാണിച്ചു സിങ്ക്രണൈസ് ആയിട്ട് ആ പടത്തിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നല്ലൊരു സ്മൂത്ത് ആനിമേഷനും കാര്യങ്ങളൊക്കെ വന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ എന്താ പറയുക ഡിവൈസിൽ നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എൻ്റെ ഈ 2 വരുന്നുണ്ട്. അത് പറഞ്ഞ റൂട്ടറാണ്, പറഞ്ഞാൽ നമ്മുടെ BSNL മെയിൻ മോഡൽ തന്നെയാണ്. അപ്പോൾ നമുക്കിതിൽ പാസ്വേഡ് അടിക്കട്ടെ. ഞാൻ പാസ്വേഡ് അടിച്ചിട്ട് നമുക്കിത് ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഈ സംഭവത്തിലേക്ക് കണക്ട് ആവട്ടെ. അപ്പോൾ ഞാൻ പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കൊടുത്തു. കണക്ടിങ് ടു യുവർ നെറ്റ്വർക്ക് ഒന്ന് കാണിക്കുന്നുണ്ട്. അത്ര ടൈമൊന്നും എടുക്കാറില്ല കേട്ടോ. മാക്സിമം എനിക്ക് ഞാൻ നോക്കിയിട്ടുള്ള എല്ലാ ബ്രാൻഡിലും വെച്ചിട്ട് നോക്കിയിട്ട് ഇതിന് ടൈം എടുത്തേക്കുന്നത് മീൻ്റെ ക്യാമറാസാണ്. കുറച്ച് കണക്ട് ആവാൻ കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ആപ്പ് ശരിക്കും നോക്കി കഴിഞ്ഞാൽ അത്രയ്ക്ക് ഓക്കെ അല്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് 2K Pro എന്നൊരു ആപ്പിൻ്റെ നമ്മുടെ പുതിയ ക്യാമറ ഉണ്ടല്ലോ അവരുടെ, അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ക്യാമറയ്ക്ക് കൊള്ളാം. അതിൻ്റെ ഹ്യൂമൻ ഡിറ്റക്ഷൻ കുറച്ച് പ്രശ്നമാണ്. റിയൽമിയുടെ അത്ര ആക്യുറേറ്റ് ഒന്നുമല്ല. പക്ഷെ അത് അപ്ഡേറ്റിൽ ശരിയാവുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ കുറച്ച് പാട് കിട്ടും. അതിൻ്റെ അവരുടെ ഈ ആപ്പ് അത്ര പോരാ, മീ ഹോം അത്ര പോരാ ശരിക്കും സത്യം പറഞ്ഞാൽ. റിയൽമിയുടെ നടത്തിക്ക് വരില്ല. അപ്പോൾ ഇതും കണക്ടിങ് യുവർ നെറ്റ്വർക്ക് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. കണക്ട് ചെയ്തിട്ട് ഞാൻ നെറ്റ്വർക്ക് പാസ്വേഡ് തെറ്റിയടിച്ചു പോകുന്നതാണ് സംശയം. അല്ലെങ്കിൽ ഇത്ര ടൈം എടുക്കാറില്ല. ടാപ്പോൻ്റെ മറ്റേ ഡിവൈസും പെട്ടെന്ന് കണക്ട് ആവാറുണ്ട്. അപ്പോൾ എന്താ വർത്താനം പറയണ്ട, IP അഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണക്ട് ആവുന്നുണ്ട്. കണക്ട് യുവർ നെറ്റ്വർക്ക് ഏറ്റവും ഫാസ്റ്റ് വന്നേക്കുന്നത് എനിക്ക് റിയൽമി ആട്ടാ കണക്റ്റിങ് വന്നേക്കുന്നത്. റിയൽമി ലിങ്ക് ആപ്പ് നല്ല ആപ്പാണ്. നല്ല ഒരു ബഗ്ഗും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഡയറക്റ്റായിട്ട് സൂപ്പറായിട്ട് കണക്ട് ആവുന്ന ആപ്പാണ്. പെയറിങ് യുവർ ടാപ്പോ ഡിവൈസായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്നും മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം തലകീരി വന്നിട്ടുണ്ട്. നോർമലി ഈ നമ്മുടെ ക്യാമറ വയ്ക്കണ സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഇൻട്രോ എടുക്കുന്നതും ഇതൊക്കെ എന്തൊക്കെ വേറെ സെക്ഷനായിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീട്ടിലൊന്നും ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കാറ് സാധാരണ. അപ്പോൾ ചിലപ്പോൾ ഈ ക്യാമറയിൽ വരുമ്പോൾ ആകെ വരും. അത് കാരണം ഞാൻ മാറ്റി വയ്ക്കാറുണ്ട് ക്യാമറ ഫേസിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം തലകീരി അത്യാവശ്യം വൃത്തിയായിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ പെയറിങ് ഡിവൈസ് ഇതും അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ മറ്റേ ടാപ്പോൻ്റെ C100 എന്ന് പറഞ്ഞ മോഡൽ എത്ര ടൈം എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ, അല്ലെങ്കിൽ വെറുതെ നമ്മുടെ വീഡിയോ വലുതാവും. അപ്പോൾ നമ്മുടെ ഇത് കണക്ട് ആയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ടാപ്പോൻ്റെ കുഴപ്പമില്ലായിരുന്നേ, ഞാൻ പാസ്വേഡ് തെറ്റിയടിച്ചിരിക്കുന്നു, അതാണ് കുഴപ്പമായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നെയിം യുവർ ഡിവൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തന്നെ കൊടുക്കാം, ടാപ്പോ ക്യാമറ. അതുപോലെ ഇത് എവിടെയോ വെക്കാനെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക അങ്ങനെ കൊടുക്കാം, ബേബി റൂം കൊടുക്കാം. അപ്പോൾ കോൺഫിഗറേഷൻ കംപ്ലീറ്റ്, സൗണ്ട് കൂടുതൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഇൻസേർട്ട് മൈക്രോ SD കാർഡ് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് 10 മൈക്രോ SD കാർഡാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കി വാങ്ങിക്കണം. എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ക്യാമറയുടെ ലിങ്കും അതുപോലെ SD കാർഡ് ലിങ്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടാപ്പോ ക്യാമറ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനീഷ്യലൈസ് കൊടുത്തിട്ട് സൗണ്ട് വരാനുണ്ട്. അത് നമ്മുടെ ഈ ക്യാമറത്തെ മൈക്രോഫോണിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് നമ്മുടെ മൂവീസ് കാണിച്ചിട്ട് നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഫുൾ സ്ക്രീൻ വരുന്നതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എനിക്ക് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു. നമുക്ക് മോഷൻ ഡിറ്റക്ഷൻ ഒരു മെസ്സേജ് വന്നു. അപ്പോൾ നിങ്ങൾക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ മോഷൻ ഡിറ്റക്ഷൻ, നമ്മുടെ ഹോം പേജാണത്. നിങ്ങൾക്ക് ഇവിടെ കൊടുത്ത സാധനം നമ്മുടെ മുകളിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന മെമ്മറി കാർഡ് നിങ്ങൾക്കിത് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ക്യാമറ മുകളിലേക്ക് നിങ്ങൾക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. നമ്മുടെ പാൻ ആൻഡ് ടിൽറ്റ് മോഡിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ജോയ്സ്റ്റിക്ക് പോലെ കിട്ടും. ഇത് നിങ്ങൾക്ക് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ മുകളിലേക്ക് വരും. ഇപ്പോൾ എൻ്റെ ഫേസ് കാണുന്നുണ്ടോ. അപ്പോൾ അതിൽ നല്ല സൗണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ സൗണ്ട് മാക്സിമം നമ്മൾ ഇത് കിട്ടുന്ന സൗണ്ട് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാം. നമുക്കിത് ഫുൾ ടിൽറ്റ് ചെയ്ത് മാറ്റാനൊക്കെ പറ്റും. താഴ്ത്തിക്ക് ആക്കാം, ഫുൾ താഴ്ത്തിക്ക് വേണമെങ്കിൽ ആക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ക്യാമറയിലാക്കണത്. അപ്പോൾ തന്നെ മൂവ് ചെയ്യിക്കാം, ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാം, കണ്ടോ. പിന്നെ നമുക്കിതിൽ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ അതിൻ്റെ ബോക്സൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഹൊറിസോണ്ടൽ ക്രൂസ് അതുപോലെ നിങ്ങൾക്ക് ഇതിൽ കാണാണ്ടായിരിക്കും. ഹൊറിസോണ്ടൽ ക്രൂസ് മാർക്ക് പൊസിഷൻ നമുക്ക് മാസ്ക് ചെയ്യാം. അതുപോലെ മാർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഒരു പൊസിഷൻ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ മാത്രമാക്കാം. ടോക്ക് ഫീച്ചർ ഉണ്ട്. നമുക്കിതിൽ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ
ടോപ്പ് ഫീച്ചർ ഉണ്ട്. കണക്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. അപ്പോൾ ഹോൾഡ്. ഹലോ 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 കണ്ടു, നിങ്ങൾക്ക് ഇവിടെ കേൾക്കാനുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടെ കേൾക്കാം. അപ്പോൾ ഹലോ, അപ്പോൾ അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ടോക്ക് ഫീച്ചർ ഉണ്ട്, 2 വേ ടോക്ക് ഫീച്ചർ. അപ്പോൾ ഇതാണ് നമ്മൾ സൗണ്ട് കേൾക്കാം. ഇത് നമ്മുടെ ഇതിൻ്റെ അടുത്തായി കാരണം ഇങ്ങനെ സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നത്. അതുപോലെ വോയിസ് കോൾ ഫീച്ചർ ഉണ്ട്. പ്ലേ ബാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ മെമ്മറി കാർഡിലത്തെ കാണാനും ഫോട്ടോസ് കാണാനൊക്കെ ഇതിൽ കയറിയാൽ മതി. അതുപോലെ നിങ്ങൾക്ക് ഫോണിലേക്ക് എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇത് അമർത്തിയാൽ മതി. കണ്ടു, ഈ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫോണിലേക്ക് റെക്കോർഡ് കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാം റെക്കോർഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാൻ. അതുപോലെ അവിടെ ഇത് നമ്മുടെ പ്ലേ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. പ്രൈവസി മോഡ് എന്നൊരു ഫീച്ചർ ഉണ്ട്. നമുക്ക് പ്രൈവസി മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്യാമറ താഴേക്ക് പോകാനായിട്ട് കാണാം. ഞാൻ ഡിസേബിൾ പ്രൈവസി മോഡ് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ വരുന്നുണ്ട്. കണ്ടു, ഓഫായി. കണ്ടു, സംഭവം ഓഫായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസേബിൾ പ്രൈവസി മോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാമറ ആദ്യം ഓൺ ആവട്ടെ. കണ്ടു. പിന്നെ നമുക്കിതിൻ്റെ ഓട്ടോ ഫീച്ചർ ഉണ്ട്. നമുക്കിതിൽ ഡേ ടൈം വേണോ, ഡേ മോഡ് വേണോ, നൈറ്റ് മോഡ് വേണോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നമുക്ക് ഓട്ടോ എടുക്കാൻ തന്നെ നല്ലത്. പിന്നെ HQ മോഡ്, LQ മോഡ് എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി, ലോ ക്വാളിറ്റിയാണ്. അത് ഹൈ ക്വാളിറ്റി ഇട്ടാൽ മതി. നമുക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്, ടൈം സോൺ കൊടുക്കുന്നുണ്ട്, ഇമേജ് ഇൻവേർട്ട് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ തല കറങ്ങിയിട്ടാണ് നമ്മൾ മൗണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് സൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് നമ്മുടെ ഇമേജ് കറക്റ്റായിട്ട് കിട്ടും. ഇൻവേർട്ട് ഇമേജ്. LED നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഓണാക്കാം അല്ലെങ്കിൽ ഓഫാക്കാം. ഉണ്ട്, ഈ നോട്ടിഫിക്കേഷനാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഡിറ്റക്ഷൻ അലേർട്ട് ഓണാക്കുകയാണെങ്കിൽ ഓൺ ഓഫാക്കാം. മൈക്രോ SD കാർഡിൻ്റെ പൊസിഷൻ എങ്ങനെയുണ്ട്, എത്ര മെമ്മറി ബാക്കിയുണ്ടെന്നൊക്കെ അവിടെ കാണാം. നിങ്ങൾക്ക് ഇവിടെ കാണാം 58.8 GB ഉണ്ട്. ലൂപ്പ് റെക്കോർഡിംഗ് വേണമെങ്കിൽ ഓണാക്കാം, ഓഫാക്കാം. ലൂപ്പ് റെക്കോർഡിംഗ് ഓഫാക്കിയില്ലെങ്കിൽ നമുക്ക് ഈ മെമ്മറി കാർഡ് ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ റെക്കോർഡ് ആവില്ല കേട്ടോ. ലൂപ്പ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴിയുന്നതനുസരിച്ച് പഴയത് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ റെക്കോർഡായി വരും. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. പിന്നെ നമുക്ക് റെക്കോർഡിംഗ് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം. മൈക്രോ SD കാർഡ് റെക്കോർഡിംഗ് ഓഫാക്കാം, ഓണാക്കാം. അഡ്വാൻസ് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ അക്കൗണ്ട് കാണാം. ഡിസ്റ്റോർഷൻ കറക്ഷൻ ഓണാക്കി വയ്ക്കുക, എല്ലാം ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഇമേജിൻ്റെ ക്വാളിറ്റി കുറച്ച് ഇമ്പ്രൂവ് ആവും. പിന്നെ നമുക്ക് റെക്കോർഡ് ഓഡിയോ ഫീച്ചർ കൊടുക്കാം. പ്രൈവസി മോഡ് ഓഫ് ഓൺ കൊടുക്കാം. പവർ ലൈൻ ഫ്രീക്വൻസി ഓട്ടോ അത് ഓട്ടോ തന്നെ കൊടുത്താൽ മതി. ഡയഗ്നോസിസ് വേണമെങ്കിൽ ഓൺ ഓഫ് കൊടുക്കാം. പാനൽ ടിൽറ്റ് നമുക്ക് ഈ എന്താ പറയുക, അത് കറക്റ്റാക്കുന്ന ഒരു മോഡാണ്. നമുക്ക് എന്താ പറയുക, ഒരു കാലിബ്രേഷൻ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു മോഡാണ് ഈ പാനൽ ടിൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിൽ പോയി കഴിഞ്ഞാൽ ഷെയർ ഡിവൈസ് ഉണ്ട്. പിന്നെ നമുക്ക് ഓട്ടോ റീബൂട്ട് ചെയ്യണമെങ്കിൽ അതും കൊടുക്കാം. പിന്നെ നമുക്ക് ക്യാമറ റിമൂവ് ചെയ്യണമെങ്കിൽ അത് കൂടി ഇവിടെ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം പേജ് വരുന്നത്. ഇതിൽ നമുക്ക് ഹോമിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത ഡിവൈസ് ഇവിടെ കാണാം. സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ, നമുക്കിവിടെ ലീവ് ഹോം അറൈവ്, നമുക്ക് ആക്ഷൻസ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം നമ്മുടെ അലക്സ വഴിയൊക്കെ വേണമെങ്കിൽ. പിന്നെ മീൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ കിട്ടും. ഫേംവെയർ അപ്ഡേറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ അപ്ഡേറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോർമലി അപ്ഡേറ്റ് വരാറുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ വൈബ്രേഷൻ മോഡ്, ക്യാമറ പ്രിഫറൻസ് എല്ലാം മോഡും ഇവിടെ കൊടുക്കുന്നുണ്ട്. ലൈവ് ടാഗ് വേണമെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ സ്പീഡ് ടാഗ് വേണമെങ്കിൽ അത് കൊടുക്കാം. പിന്നെ നമുക്ക് ക്യാമറ മെമ്മറി കാണണമെങ്കിൽ, വോയിസ് കൺട്രോൾ കാണണമെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടാപ്പോൻ്റെ ആപ്പും ടാപ്പോയുടെ ക്യാമറയ്ക്ക്. ടാപ്പോ ലിങ്ക് നമ്മുടെ C200 തന്നെ അത്യാവശ്യം നല്ലൊരു ഡിവൈസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും കൊള്ളാം, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ല തന്നെയാണ്. പെർഫെക്റ്റ് ആണെന്ന് പറയില്ല, നല്ല ബിൽഡ് ക്വാളിറ്റി ആണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ കാണുമ്പോഴൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോഴാണ് ചെറുത് ഭയങ്കര ഒരു ലൈറ്റ് വെയിറ്റ് തോന്നുന്നത്. റിയൽമിയൊക്കെ ഇതിനായിട്ട് അത്യാവശ്യം വെയിറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ഡിവൈസ് തന്നെയാണ്. 2200 രൂപയ്ക്ക് നല്ലൊരു ഡിവൈസ് തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് ബൈ ലിങ്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്തപോലെ നമ്മുടെ ഗീവേ കാണാത്തൊരു പോയി കാണുക, പങ്കെടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.